ഈ ദിവസങ്ങളിൽ വൈകിട്ടൊക്കെ മഴയാണേ. ഈ മഴയും കാറ്റൊക്കെ തുടങ്ങി ഒട്ടുമിക്ക സന്ധ്യാനേരങ്ങളിലും നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്ന ഒരാളുണ്ട്. എൻ്റെ ലൈഫിൽ അത് അമ്മയായിരുന്നേ. വീടെത്തിയോ, മഴ കിട്ടിയോ, എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക ദിവസങ്ങളിൽ അമ്മ വിളിക്കുക. ഇനിയിപ്പോൾ നീലിശ്വരത്തോട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലച്ചുവിനെ കൊണ്ട് വരാനുള്ളതല്ലേ, കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കും. ലച്ചു എന്നെ വളരെ ചുരുക്കമായിട്ട് അമ്മ എന്ന് വിളിക്കാറുള്ളൂ. അമ്മു, മാളു എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി വിളിക്കുന്ന പോലെ ഞാൻ എൻ്റെ അമ്മേനെ പേരെ വിളിച്ചുകൊണ്ടിരുന്നേ. എൻ്റെ പൊന്നു പീനെ ഞാൻ അങ്ങോട്ടാ വരണേ, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ടെന്ന് ഞാൻ അന്നേരം പറയാറുണ്ട്. പെട്ടെന്നൊരു ദിവസം ആ വീട്ടിൽ നിലച്ചപ്പോഴാണ് എവിടെയാ, വീടെത്തിയോ, എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനായിട്ട് അമ്മയില്ലാത്തതിൻ്റെ സങ്കടം മനസ്സിലാവണേ. എക്സ്ട്രീം മൂഡ് സ്വിങ്സിൻ്റെ സമയത്തുണ്ടല്ലോ, മറുതലയ്ക്കുള്ള ഒരു റിങ് പോലും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി അമ്മാന്ന് സേവ് ചെയ്ത് ലവ് മോജി ഇട്ടിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കും. അമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന മനുഷ്യനുണ്ടാവില്ലേ, അയാളുടെ അടുത്ത് പോയിട്ട് ഈ ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് തീർക്കും. ആ പാവം മനുഷ്യന്മാർക്കാണെങ്കിൽ എന്തിനാണ് ഈ പിശാചി പടി ഉണ്ടാക്കണേന്ന് ചിന്തിക്കാനുള്ള സമയം പോലും നമ്മൾ കൊടുക്കൂല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറേ നാൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. എൻ്റെ ലച്ചു കുറേ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോസും ഞാനിങ്ങനെ പെറുക്കി വെച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ നേരത്തുണ്ടല്ലോ, നട്ടുച്ചയായി കഴിഞ്ഞപ്പോൾ തല വെട്ടിപ്പൊളിയാൻ തുടങ്ങി. അപ്പം നമ്മളിവിടെ തൊട്ടപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ പോയേ, നമ്മളല്ല ഞാൻ. കണ്ണുമുഖമൊക്കെ വീർത്ത് സൗണ്ട് ഇല്ലാണ്ട് വന്ന് എന്നെ കണ്ടിട്ട് പാവം തോന്നിയിട്ടായിരിക്കണം ഡോക്ടർ ചോദിച്ചത്. കൂടെ ആരുമില്ലേ? നല്ല ചോദ്യമായി. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമായിരുന്നോ? എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചുക്കും കുരുമുളകും പേരലയും പിന്നെ എന്തൊക്കെയോ ഇട്ടിട്ട് ചുക്കാപ്പി ഉണ്ടാക്കി തന്നേനെ. കണ്ണും പൂട്ടി അതങ്ങ് വലിച്ചു പിടിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ എല്ലാ സുഖവും പമ്പെടുക്കാറുണ്ടേ. എൻ്റെ ലച്ചു അങ്ങനെ തന്നെയാ. പുതുവാശ്ശേരിയിൽ പനിച്ചു പറിച്ച് തുള്ളിക്കൊണ്ടിരിക്കുന്ന ലച്ചുവിൻ്റെ അടുത്തേക്ക് അമ്മ ആദ്യം പിടിച്ച് ഓടിച്ചെല്ലാൻ നേരത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തന്നെ ലച്ചുവിൻ്റെ പാതി അസുഖം മാറാറുണ്ട്. കേൾക്കുമ്പോൾ തമാശയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇത്രയും നേരം ലച്ചുവിന് വയ്യായിരുന്നു. അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ സുഖവും മാറിയെന്ന് കേൾക്കാൻ തന്നെ എന്ത് സുഖം അറിയോ. ഹോസ്പിറ്റൽസും മെഡിസിൻസ് ഒക്കെ വേണം, എന്നാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതൊക്കെ ടക്ക് നിങ്ങ് മാറൂന്നേ. എന്താ സുഖം വന്നു കഴിഞ്ഞാലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയാണ്. ഹോം റെമഡീസ് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഹോസ്പിറ്റലിൽ മെഡിസിൻസ് ഒക്കെ വേണം, പക്ഷെ അസുഖം മാറണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത്രയും പക്കയാവണം. സമയത്തിന് മരുന്ന് കഴിച്ചോ, വെള്ളം കുടിച്ചോ, ചോറുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് കുറച്ച് ആൾക്കാരങ്ങോട്ട് മാറ്റി നിർത്തിയേക്കണം. ഇനി എങ്ങാനും അവർ വന്ന് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചത്തോന്നറിയാനെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു നോക്കി കൂടെയിടോ എന്ന് തിരിച്ചങ്ങ് ചോദിച്ചേക്കണം.